ഈ കുട്ടിയാണ് പിന്നെ തോമസ് ആൽവ എഡിസണായി മാറുന്നത്. ആ എഡിസൺ എന്ന് പറയുന്ന കുട്ടി തൻ്റെ അമ്മ മരിച്ചു എന്നാണ് 3 പുസ്തകം ഞാൻ വായിച്ചപ്പോൾ നിന്ന് മനസ്സിലായത്. അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ വൈകാരികത കൊണ്ട് പഴയ പെട്ടി, അമ്മയുടെ പെട്ടി തുറന്നപ്പോൾ ഒരുപാട് പേപ്പേഴ്സും നമ്മൾ പറയുന്ന ആധാരം പോലുള്ള സാധനങ്ങളൊക്കെ തപ്പിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കത്തിരിക്കുന്നുണ്ട്. ആ കത്തിങ്ങനെ മറിച്ചു നോക്കി പണ്ട് ടീച്ചർ തന്നെ കുറിച്ച് പറഞ്ഞ അതിമനോഹരമായ വരികൾ ഒന്ന് വായിക്കാൻ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായി നിൽക്കവേ ഒന്ന് വായിക്കാൻ മെല്ലെ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ അന്ന് അമ്മ കരഞ്ഞതിനേക്കാൾ മകൻ കരഞ്ഞു. അതിൽ എഴുതിയിരുന്നത്, നിങ്ങളുടെ മകൻ ഒരു ഇഡിയറ്റാണ്, ഒരു മഹാവിഡ്ഢിയാണ്, അവനെ പഠിപ്പിക്കലല്ല നിങ്ങളുടെ ജോലി, അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ ഇനി സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്നാണ്. അതുകൊണ്ട് പാരൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഓരോ കുട്ടികളും ഏറ്റവും താഴെയാണെങ്കിലും നാളെയുടെ തോമസ് ആൽവ എഡിസൺമാരാണ് ഈ കുട്ടികളെന്ന് നമ്മുടെ പാരൻസിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുൻവിധിയായി നമ്മുടെ മുമ്പിലേക്ക് ഒരു കുട്ടിയും വരരുത്. മുൻവിധിയോടെ ഒരു കുട്ടിയെയും നമ്മൾ കാണരുത്. എനിക്കേറ്റവും ഇഷ്ടം കുസൃതി കാണിക്കുന്ന കുട്ടിയാണ്. എനിക്കേറ്റവും ഇഷ്ടം, വേണമെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാം, ടീച്ചറെ പിടിച്ച് തള്ളുന്ന കുട്ടിയാണ്. എനിക്കേറ്റവും ഇഷ്ടം ടീച്ചറോട് ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് പോടാ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പോ ടീച്ചറെ എന്ന് ചിണുങ്ങിക്കൊണ്ട് പറയുന്ന കുട്ടിയാണ്. അല്ലാതെ ഇങ്ങനെ അച്ചടക്കത്തോടു കൂടി നിൽക്കുന്ന കുട്ടിയല്ല. കാരണം അവൻ സ്റ്റാറാണ്, അവൻ സൂപ്പർ സ്റ്റാറാണ്, അവൻ മെഗാ സ്റ്റാറാണ്. ആ സ്റ്റാറിന് നമ്മൾ കണ്ടേ വരാവൂ, അവനെ കൊണ്ടേ നമ്മൾ പോകാവൂ, അവനെ ഉയർത്തിക്കൊണ്ടേ വരാവൂ. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയിട്ട് അതിമനോഹരമായി പഠിപ്പിച്ച കുട്ടികളൊന്നും നമ്മളോട് പിന്നെ കമ്മിറ്റ്മെൻറ്റ് വല്ലാണ്ട് കാണിക്കാറില്ല. കാരണം അത്തരം കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും തോന്നല്, ഞാൻ സ്വന്തം പഠിച്ചതാണ്, ഞാൻ വലിയ മിടുക്കിയായിരുന്നു, ഞാൻ എല്ലാറ്റിലും A+ ആയിരുന്നു, അങ്ങനെയല്ല പറയാം, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ്. പക്ഷെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എല്ലാ സമയത്തും ടീച്ചേഴ്സിനെ കാണാൻ വരും, സാർ എന്ന് പറയും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു, UK ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് UK എന്നെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന, ഞാൻ പ്രസംഗത്തിന് ഗോസിപ്പ് കൂട്ടാൻ പറയല്ല, ബാക്ക് ബെഞ്ചിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ഇന്നും ഞങ്ങളെ പ്രോഗ്രാമിന് വിളിക്കുന്നത്. പല രാജ്യത്തേക്കും പോകുമ്പോഴൊക്കെ ആ കുട്ടികൾക്ക് ഇന്നും കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ വാങ്ങിത്തരാൻ വേണ്ടി പറയല്ല, ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഒരിക്കലും എനിക്ക് വാങ്ങിത്തരരുതെന്ന്. ഞാനൊരിക്കലും മൊബൈൽ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല, വാച്ച് എന്ന് പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. എല്ലാം എൻ്റെ പിൻബെഞ്ചിലിരുന്ന കുട്ടികൾ എനിക്ക് കൊണ്ടുവന്നു തരുന്നതാണ്. കാരണം അവരിന്ന് മുൻബെഞ്ചുകാരാണ്. ലോകത്തിൻ്റെ ഐതിഹാസികമായ രീതിയിൽ പോയവരുണ്ട്. ഒരു കുട്ടിയെ മാത്രം പറയാൻ നിങ്ങളൊന്ന് അനുവദിക്കണം. മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ അയൽവാസി മോന്, അവന് ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ SSLCയിൽ. എവിടെയും +2 കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെ സ്ഥാപനത്തിൽ വന്നു. തീരെ പഠിക്കാത്തവർക്ക് പഠിക്കാവുന്ന ഒരു സ്ഥാപനം നമുക്കുണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തിൽ വന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ +2 ഇവിടെ ചേർന്നോ, പക്ഷെ ഡിഗ്രിക്ക് ഇവിടെ ചേരരുത്, ഡിഗ്രിക്ക് നീ ടോപ്പ് ക്യാമ്പസ് പോകണം. അപ്പം എന്നോട് ചോദിച്ചു, സാർ എവിടെ പോവാന്ന് ചോദിച്ചു. നീ ഫറൂഖ് കോളേജ്, നമുക്ക് അന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കോളേജ് ഫറൂഖ് കോളേജ് പോയി പഠിക്കണമെന്ന്. ഒറ്റ ചിരിയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന്. KT മുസ്തഫ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവൻ ആ ഒരു സ്വപ്നം കൊണ്ട് അങ്ങനെ വളർന്നതിൽ ഹാരിസ് ഹുദവി സാറിനും വലിയ പങ്കുണ്ട്. ചുരുക്കി പറഞ്ഞ് അങ്ങനെ ഉയർന്നുയർന്ന് പോയി. അവൻ അന്ന് +2 ടോപ്പ് റേഞ്ച് മാർക്കും വാങ്ങി. അവന് ഫറൂഖ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി. പോരാ, പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, സാർ PG എവിടെ ചെയ്യണം? ഡിഗ്രി കഴിഞ്ഞിട്ട് ഉഗ്രമായ മാർക്ക് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി 2500 ഏക്കറിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ പോയി. അവിടുന്ന് PG കഴിഞ്ഞ് പിന്നെ PhD കഴിഞ്ഞ് ഡോക്ടർ KT മുസ്തഫ. അന്ന് +2 തീരെ SSLCക്ക് തീരെ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിട്ട്, സാർ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്ന KT മുസ്തഫയെ ഇപ്പം നിങ്ങൾക്ക് പോയാൽ കാണാം, ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചററായിട്ട് നിങ്ങൾക്കിപ്പോൾ അവനെ കാണാവുന്നതാണ്. കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം. ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന കഥ പറയല്ല, പാവം മക്കളെ ഉയർത്തിയിട്ട് നെഞ്ചോട് ചേർക്കും. അങ്ങനെ ഒരു ടീച്ചറായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഉറങ്ങുന്ന കുട്ടിയെ പുറത്താക്കാതെ അവൻ അവിടെ തന്നെ ഇരുത്ത്. അവനെ പേഴ്സണലായിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അവൻ്റെ രക്ഷിതാവിനോടും ആ കുട്ടിയോടും ഒരു ബന്ധം നിലനിർത്ത്. എന്നിട്ട് അവൻ തനിക്ക് അക്ഷരയാണെങ്കിൽ പോലും മാതാവിനോട് പറയൂ, ഉഷാറാണ് കേട്ടോ, ഞാൻ നേരാക്കിക്കോളട്ടോ എന്നൊക്കെ അവരോട് സ്വകാര്യതയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവൻ ചക്രവർത്തിയായി വളർന്നു വരട്ടെ. അങ്ങനെ ഉയർന്നുയർന്ന് ലക്ഷ്യബോധത്തോടെ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന നല്ല ടീച്ചേഴ്സായിട്ട് നിങ്ങൾ വളർത്തണം. കുട്ടികൾക്ക് കൊടുക്കാൻ ആകെ ഇന്നേ വരെ 4 എഡ്യൂക്കേഷനേ ഉള്ളൂ. 4 ഞാൻ പറഞ്ഞു, ഒന്ന് സ്പിരിച്വൽ എഡ്യൂക്കേഷനാണ്, ഒന്ന് ഇമോഷണൽ എഡ്യൂക്കേഷനാണ്, ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനാണ്, ദെൻ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. ഈ 4 എഡ്യൂക്കേഷനും ഒരേപോലെ
ഒരേപോലെ കുട്ടിയിൽ ഒരേപോലെ എംബഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ഫ്രണ്ട്സായി കൂടെ കൂട്ടണം. ദയവ് ചെയ്ത് ഇതിൽ കുറേ വിവാഹം കഴിഞ്ഞ കുട്ടികളുണ്ടാവും. ഫാമിലി ഇഷ്യൂസ് കുട്ടികളുടെ അരികിലേക്ക് കൊണ്ടുപോകരുത്. ഞങ്ങൾക്കൊരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്കൊരു സാധനം പഠിപ്പിക്കൂല, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും എന്തെന്ന് പറഞ്ഞാൽ കഴുതക്കുഞ്ഞുങ്ങളെ പഠിക്കൂല എന്ന്. അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ പാവം ടീച്ചറെ അവര് ഏകദേശം 22-23 വയസ്സുള്ള സമയത്ത് ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് ഫാമിലി ഇഷ്യൂസ് ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചേഴ്സും പ്രാക്ടിക്കൽ ആവുക, നന്നായിട്ട് സ്കിൽ ബേസ്ഡ് മോഡലിലൂടെ കൊണ്ടുപോവുക, കുട്ടികളെ ഇമോഷണൽ സ്റ്റാറ്റസ് ഉള്ളവരാക്കുക, പാഷനേറ്റ് ആക്കുക, അതിമനോഹരമായ ഉയരങ്ങളിലേക്ക് പോവുക. ലോകത്തിൽ എത്ര ഉയർന്നു പോയ പ്രൊഫഷൻ ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ, ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ഈ ലോകത്തിൽ എന്നും കടപ്പാടോടെ മനുഷ്യരെ കാണുന്ന ഒരു പ്രൊഫഷൻ അത് ടീച്ചേഴ്സാണ്. നിങ്ങളുടെ കുട്ടി പഠിച്ചുയർന്ന് ജില്ലാ കളക്ടറായി എന്ന് വെക്കുക. ജില്ലാ കളക്ടറുടെ, ഞാൻ ചെറിയ തോത് പറയാം, ജില്ലാ കളക്ടറുടെ ഇങ്ങനെ വാതിൽ കൊട്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ മേ ഐ കമിൻ സാർ എന്ന് ചോദിക്കാതെ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും അകത്തേക്ക് കയറാൻ പറ്റൂല. കാരണം ഡോക്ടേഴ്സ് ആ ഡിഗ്നിറ്റിയിൽ ഒരുപാട് താഴെയാണ്, കളക്ടർ ഒരുപാട് പ്രോട്ടോകോൾ അനുസരിച്ച് മുകളിലാണ്. പക്ഷേ ഒരു ദിവസം കളക്ടർ ഇങ്ങനെ ഫയലിൽ ഒപ്പുവെക്കുമ്പോൾ അറിയാതെ ജനൽവാതിലൂടെ നോക്കുമ്പോൾ ഒരു നിഴല് പോലെ കടന്നു പോകുന്നു. തന്നെ 2ാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ശങ്കരൻകുട്ടി സാറ് ഉടനെ തന്നെ സാറ് പറയും സ്റ്റാഫിനോട്, എൻ്റെ സാറാണ് വിളിപ്പിക്കുന്നത്, ആ സാറാണ് വിളിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാവം സ്റ്റാഫ് പോയിട്ട് പറയാണ്, നിങ്ങളെ സാറ് വിളിക്കുന്നു സാർ, നിങ്ങളെ സാറ് വിളിക്കുന്നു എന്നാണ്. 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പഴയ TTC മതി. ആ TTCയും കൊണ്ട് അങ്ങനെ പഴയ തുണിയെടുത്തിട്ട് ആൾക്കൂട്ടത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ സാറിൻ്റെ, കളക്ടറുടെ സാറ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ മാഷെ കാണാൻ വരുമ്പോൾ പഴഞ്ചൻ തുണിയും പഴയ ഷർട്ടും ധരിച്ചിട്ടുള്ള പാവം ശങ്കരൻ സാറെയാ കാണുന്നത്. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തോളത്ത് തട്ടിയിട്ട്, ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് തട്ടിയിട്ട് പോട്ടടാ മോനെ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരു പ്രൊഫഷനെ സാധിക്കൂ, അതിന്റെ പേരാണ് ടീച്ചർ. വേറെ ഒരാൾക്കും അതിന് കഴിയില്ല. ഡിസ്ട്രിക്ട് കളക്ടറുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, പ്രസിഡന്റിന്റെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, പ്രധാനമന്ത്രിയുടെ തോളത്ത് നിങ്ങൾക്ക് കൊട്ടാം, വേണമെങ്കിൽ ലോകരാജ്യത്തിന്റെ ഏമാന്മാരുടെ തോളത്ത് തട്ടാം. If you are a teacher, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ആ ഒരു രീതിയിൽ ലോകത്തിന്റെ നെറുകയിൽ തട്ടുന്നവന്റെ പേരാണ് ടീച്ചർ. ആ ഒരു ഡിഗ്നിറ്റി നമുക്കുണ്ടാകണം. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയും ഓരോ ലോകമാണെന്ന് തിരിച്ചറിയണം. ഒരാൾ ആർട്ടിന്റെ ലോകം, ഒരാൾ സ്പോർട്സിന്റെ ലോകം, ഒരാൾ നല്ല രീതിയിൽ കിനസ്തറ്റിക്കിന്റെ ലോകം, ഒരാളാകട്ടെ ഇന്റലക്ച്വൽ ബ്രെയിൻ ആയിട്ടുള്ള ലോകം, ഒരാൾ ഗെയിമിന്റെ ലോകം, ഒരാളാകട്ടെ സോഷ്യൽ റാപ്പോയുടെ ലോകം, ഒരാൾ ഫ്രണ്ട്സ് മേക്കിങ്ങിന്റെ ലോകം, ഒരാൾ ചിലപ്പോൾ റഫറൻസ് സ്കില്ലിന്റെ ലോകം, ഒരാൾ റീഡിങ്ങിന്റെ ലോകം, ഒരാൾ നല്ല രസകരമായ അതിമനോഹരമായ ആൾട്ടിക്കൽ റീസണിങ്ങിന്റെ ലോകം, ഒരാൾ ക്രിട്ടിക്കൽ ഇവാലുവേഷന്റെ ലോകം, ഒരാൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിന്റെ ലോകം, ഒരാൾ സ്ട്രാറ്റജിക്കൽ തോട്ട്സിന്റെ ലോകം, ഒരാൾ സയന്റിസ്റ്റിന്റെ ലോകം. വ്യത്യസ്തമായ ലോകമാണ് എന്റെ മുമ്പിലൂടെ നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ലോകത്തെയും നിങ്ങൾ വാർത്തെടുക്കുക. അല്ലാതെ എല്ലാ കുട്ടികളെയും തിരിച്ചു മറിച്ച് വെട്ടിച്ചുരുക്കി എല്ലാ ചർഗം വെട്ടി ഒറ്റ ലോകമാക്കി മാറ്റാതിരിക്കുക. അങ്ങനത്തെ വില കുറഞ്ഞ ടീച്ചേഴ്സ് ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ഭാവിയിലെ ഉന്നതമായ ടീച്ചേഴ്സിനും ഭാവുകങ്ങൾ. എന്നെ ക്ഷണിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട ഹാരിസ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ആളുകൾക്കും, എല്ലാ ട്രെയിനേഴ്സിനും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ ചെയ്തിയുടെ പേരാണ് അധ്യാപകൻ. പ്രവാചകൻ പറഞ്ഞു, ഇന്നി ബുഇസ്തു മുഅല്ലിമ, ഞാൻ അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടതെന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു ഗുരുവിന്റെ പദമല്ല തരേണ്ടത്, ഒരു അധ്യാപകൻ എന്ന പദമാണ് എന്ന്. ലോകത്തിൽ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളത്. കൊണ്ട് നമ്മൾ പ്രൗഢിയോടെ പറയണം, ഡോക്ടേഴ്സിനേക്കാളും എഞ്ചിനീയേഴ്സിനേക്കാളും സയന്റിസ്റ്റിനേക്കാളും അതിമനോഹരമായ ഒരു സ്ഥാനമുണ്ട്. അത് ലോകത്തിൽ ഒരാൾക്ക് മാത്രമാണ്, അധ്യാപകനാണ്. ആ അധ്യാപകനാകാൻ നമുക്ക് മാറണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.